ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്ര ഭംഗിയാണെന്ന്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടി ഞാൻ ഒരു നെറ്റിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള നമ്മളെ കയ്യിലുള്ള ബാലൻസ് നെറ്റ് മതി. ഇതുപോലെ നിവർത്തിയെടുക്കുക. രണ്ട് സൈഡിലേക്ക്, അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ നമ്മുടെ കുറച്ച് ബീഡ്സ് ആണെങ്കിൽ ബീഡ്സ്, ബട്ടർഫ്ലൈ ആണെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിലുള്ള എല്ലാം എന്ത് ചെയ്യുക, ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് വയ്ക്കുക. ഇതിനൊന്ന് ഫോൾഡ് ചെയ്യുക. ഒരുപോലെ രണ്ട് സൈഡും ഒരുപോലെ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് മടക്കുക. എന്നിട്ട് അതിനെ ഇനി നമുക്കൊന്ന് മടക്കി നമുക്ക് ബോ പോലെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിനെ തിരിച്ചൊന്ന് ഇതുപോലെ മടക്കുക. അതിനുശേഷം എന്താ പറയുക, സെൻറ്റർ ഈ രണ്ട് ബീഡ്സ് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ബീഡ്സ് തമ്മിൽ ഒരുമിക്കാതെ ഇരിക്കാനായിട്ട് രണ്ടും തമ്മിൽ ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക്, അതിനാണ് ഞാൻ ആ സെൻറ്ററിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചത്. ലെങ്തി ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടെണ്ണം വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിലൊന്ന് കൈ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പേളിൻ്റെ വൈറ്റ് ബീഡ്സ് ആണെങ്കിലും മതി. ഇത് എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതൊന്നും കൊടുത്ത് ചെയ്ത് നോക്കിയിട്ടോ. വളരെ ഭയങ്കര ഈ കാണുന്നത് പോലെ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മുടെ ലൈറ്റിൽ ഈ ഗ്രീനിൻ്റെ ആ ഒരു ഇത് നമുക്ക് അത്രത്തോളം കിട്ടില്ല, ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നല്ല രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടാഞ്ഞതാണ്. ഒരു ലൈറ്റ് കളറല്ലേ ആ ഒരു നെറ്റ്. ഇത് നെറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബാലൻസ് വന്ന നെറ്റാണ്. ഈ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആ ഒരു പ്ലേറ്റൊക്കെ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹെയർ ബോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളതെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിനൊന്ന് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അത് ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ നിന്ന് ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. വളരെ 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 ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റിൻ്റെ അകത്തൂടെ ഇതൊക്കെ അകത്ത് ഈ നമ്മുടെ ബീഡ്സ് ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അടുത്ത് ഇതുപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം കോണോട് കോൺ മടക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഒരു പോർഷനില്ല, ഫുള്ളായിട്ടല്ല ചെയ്യുന്നത്, ഒരു പോർഷനിൽ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് സൈഡ് മാത്രം ഫുൾ കവർ ചെയ്ത ശേഷം സൈഡിൽ നമ്മുടെ ഈ B7000 ഗ്ലൂ കൊടുത്ത ശേഷം ജസ്റ്റ് ബീഡ്സ് ഇട്ട് കൊടുത്താലും മതി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലൂ കൊടുത്തതിന് ശേഷം ഒഴിച്ച് വയ്ക്കുക. കാരണം അതിങ്ങനെ എന്താ പറയുക, അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ വിടർന്ന് നിൽക്കും. നമ്മൾ കൊടുക്കുന്ന ബീഡ്സും പേൾസ് എന്താ പറയുക ബട്ടർഫ്ലൈയും അതെല്ലാം ഈ അക്രാലിക് ബീഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നമുക്കത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും. അല്ല എങ്കിൽ ഇതിനെ ജസ്റ്റ് എന്താ പറയുക മൊത്തത്തിൽ എന്താ പറയുക നെറ്റിനെ ഒന്ന് രണ്ട് സൈഡ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് എന്ത് ചെയ്യുക, മൊത്തത്തിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തിട്ട് അവസാനം എന്ത് ചെയ്യും, ഒന്ന് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം സെൻറ്റർ ബോ പോലെ ചെയ്തെടുക്കും. അങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റ് പേളും കൂടെ കൊടുക്കുന്നുണ്ട്. പേളല്ല, നമ്മളെ വൈറ്റ് ബീഡ്സ് ഇല്ലേ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റ് അതിൻ്റെ സൈഡൊക്കെ നല്ലത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. B7000 ഗ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ അങ്ങ് പേസ്റ്റ് ആയിരുന്നോളും. ഇതുപോലെ നമ്മളിതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ കവർ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ വന്ന് രണ്ട് സൈഡിലും ഇങ്ങനെ എഡ്ജിൽ കിടക്കുകയുള്ളൂ. ഇതാകുമ്പോൾ ഇങ്ങനെ വിടർന്ന് എല്ലാ ഭാഗത്തും ആ ഒരു ഇത് നമ്മൾ കൊടുക്കുന്ന എല്ലാം ഉണ്ടാവും. അതാണ് ആ ഒരു വ്യത്യാസം. ഇനി സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ആ സെൻറ്ററിൻ്റെ ഒരു മടക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ നോക്കി സ്റ്റിച്ച് ചെയ്താലും മതി. ഇതുപോലെ ഒരു സെൻറ്ററിൻ്റെ മടക്ക് വെച്ചിട്ട് എന്താ പറയുക, അതിനൊന്ന് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, അവരൊരു മടക്ക് വരും. നമ്മളൊന്ന് ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മടക്ക് വെച്ചിട്ട് നമ്മൾ സൂചി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്കതിനെ എളുപ്പത്തിൽ ടൈ ചെയ്യാൻ പറ്റും. ടൈ ചെയ്യാനായിട്ടേ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. നോക്കി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഒന്നും നെറ്റിൽ വന്ന പീസാണ് കേട്ടോ. ഇതിന് വേണ്ടി നെറ്റൊന്നും വാങ്ങിച്ചതല്ല, ഇത് കസ്റ്റമൈസേഷൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ കയ്യിലിരുന്നൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര രസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ഭംഗിയാവും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു സംഭവം വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. നോക്കി, കണ്ടില്ലേ, ഇതിങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ അതിൽ നമുക്കിങ്ങനെ വിടർന്ന് വയ്ക്കും. മറ്റേത് ആ ഒരു എഡ്ജിൽ മാത്രം ഇങ്ങനെ കുറച്ച് ബീഡ്സ് കിടക്കുകയുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ സീക്വൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു സീക്വൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് ഇട്ട് കൊടുക്കാം. ഗ്ലിറ്ററിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായെന്ന് വെച്ച് ഞാൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടിനെ ഒരുമിച്ച് വെച്ച് ഒന്ന് ടൈ ചെയ്യുക. വളരെ സിമ്പിളല്ലേ?
ഇത് നമ്മുടെ സാറ്റിൻ്റെ ലോങ് ടെയിൽ ഹെയർ ബോണ്ടല്ലോ, അത് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി ബാക്കിയല്ല, ജസ്റ്റ് സെൻറ്റർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിനെ കവർ ചെയ്യണം. നമ്മൾ ആ കെട്ടുന്ന ഭാഗമൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഗ്ലിറ്ററിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആ സെയിം നെറ്റ് തന്നെയാണ്, ഒരു പീസ് ഇടുന്ന് കട്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നന്നായിട്ട് അവിടെ ജസ്റ്റ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ എടുക്കുക. അതെ, ഇതുപോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് മതി. ഇതുപോലെ ആദ്യം നമ്മുടെ ഗ്ലൂ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഇതില്ലേ നമ്മൾ മടക്കിയതിന് ശേഷം ജസ്റ്റ് വളരെ സിമ്പിളാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന നെറ്റാണ്. കുറച്ചുകൂടെ വീതിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വലുതായിട്ട് നിൽക്കും, കുറച്ചുകൂടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ വീതിക്ക് നല്ല പ്ലേറ്റൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതുപോലെ ബാക്കിൽ ആവശ്യമില്ലാത്ത ബാലൻസ് വരുന്നത് കട്ട് ചെയ്യുക. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒന്ന് നമ്മളവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് കൈയൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. നന്നായിട്ട് ഉരുകിയിരിക്കുന്നതായതുകൊണ്ട് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ലൈറ്റിൻ്റെ പ്രകാശക്കുറവുകൊണ്ടാണ് ആ കളർ നിങ്ങൾക്ക് അത്രത്തോളം ഇതാവാത്തത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രീനാണ് കേട്ടോ, നല്ല ഭംഗിയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കളറിലും ഗ്രീൻ, ലൈറ്റ് ബ്ലൂവിൽ ചെയ്യാം, ലൈറ്റ് ഇങ്ങനെ പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഡാർക്ക് കളേഴ്സിനെക്കാട്ടിലും ലൈറ്റ് കളേഴ്സ് നെറ്റിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. വൈറ്റിൽ ചെയ്തെടുക്കാം. ഇനി ബാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, അലിഗേറ്റർ ക്ലിപ്പില്ലേ, അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കാനായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കുറച്ച് ബീഡ്സ്, നമ്മളെ ബീഡ്സിലെ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് അവിടെ രണ്ട് ലൈനിലൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, നമുക്കവിടെ കോർത്ത് ചെയ്താലും മതി. ഞാനിങ്ങനെ ഒരു ത്രെഡിൽ കോർത്തെടുത്തു. എന്നിട്ട് 2 ലെയറായിട്ട് ഇങ്ങനെ ഇതുപോലെ ചുറ്റിയിട്ട് അവിടെ ഒന്ന് കെട്ടി കൊടുക്കുക. വളരെ സിമ്പിളാണ്. എന്നിട്ട് അപ്പോൾ കുറച്ചുകൂടെ ആ സെൻറ്റർ കുറച്ചുകൂടെ ഭംഗിയായി വരും. അല്ലെങ്കിൽ പ്ലെയിൻ ആയാലും കുഴപ്പമൊന്നും. അല്ലെങ്കിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഗോൾഡൻ സിൽവറോ എന്തെങ്കിലും നമ്മുടെ തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി, നെറ്റിൻ്റെതായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് ബാക്കിലുള്ള ഫെൽറ്റ് ഷീറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം അങ്ങ് ഫിനിഷായി. ഒന്നും വൃത്തികേടൊന്നും പുറത്തേക്കില്ല. ഉള്ള നൂല് ത്രെഡുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉരുക്കി അങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്ത് ബാക്ക് സൈഡിൽ, ഇത് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ നമ്മുടെ സെൻറ്റർ ക്ലിപ്പില്ലേ, അത് കൊടുക്കാം. അതൊക്കെ കൊടുത്താലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ എന്താ പറയുക, ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ വയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്, അത്രയും നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞേ അതാണ് ആ ബീഡ്സും എല്ലാം ഇങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കും ചെയ്തു നോക്കാം. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.